സ്നേഹമുള്ള പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുക. പ്രത്യേകിച്ച് ജൂലൈ 25 നമ്മളെ ഏറ്റവും ആശങ്കയിലാഴ്ത്തിയ ഒരു സംഭവം നടക്കുകയുണ്ടായി. മറ്റൊന്നുമല്ല, ഛത്തീസ്ഗഡിലെ ദൂർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 2 കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്ത് എന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്ത ഒരു സംഭവം. ഒരു പ്രത്യേക കാര്യം എടുത്തു പറയേണ്ടത്, ആ 2 കന്യാസ്ത്രീകളും മലയാളികളായിരുന്നു എന്നുള്ളതാണ്. പ്രീതി മേരി ആൻഡ് വന്ദന ഫ്രാൻസിസ്. ആ 2 പേരെ അറസ്റ്റ് ചെയ്ത ആ ഒരു സംഭവം ഒരുപക്ഷെ ഇന്ത്യ ഒട്ടാകെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ മാറിയിട്ടുണ്ട്. ഒത്തിരിയേറെ പ്രതിഷേധങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുകയുണ്ടായി. പ്രത്യേകിച്ച് കേരളത്തിൽ പോലും അതിൻ്റെ പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മൾ അടുത്തടുത്ത് കണ്ട ഒരു സംഭവമാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ബജ്രംഗ് ദാൾ എന്ന ആ സംഘടനയിൽപ്പെട്ട പ്രവർത്തകർ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരികയും പോലീസുകാരുടെ മുമ്പിൽ വെച്ച് ഈ സിസ്റ്റേഴ്സിനെ കൈകാര്യം ചെയ്യുകയും എന്നിട്ട് ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ അവരോട് തട്ടിക്കയറുന്ന കാഴ്ചയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട ഒരു കാര്യമാണ്. ആ ഒരു സോഷ്യൽ മീഡിയയിലെ ദൃശ്യങ്ങൾ ഞാൻ കാണുന്ന അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ആ ഒരു ചിന്ത ഒരുപക്ഷെ യേശുവിനെ പീലാത്തോസിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു രംഗമാണ്. പീലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് യേശുവിൽ കുറ്റം ആരോപിച്ചുകൊണ്ട് ഫരിസേയരും നിയമജ്ഞരുമെല്ലാം അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്നുണ്ട്. അവിടെയെല്ലാം പീലാത്തോസ് വന്ന് പറയുന്ന ഒരു കാര്യം, ഞാൻ ഇവരിൽ കുറ്റമൊന്നും കാണുന്നില്ല. പക്ഷേ തങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയിൽ കുറ്റമുണ്ട് എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന ആ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും ചിത്രമാണ് എനിക്ക് ഈ സിസ്റ്റേഴ്സിന് കുറ്റം ആരോപിച്ചതിൽ കാണുവാൻ സാധിച്ചത്. ഈ സിസ്റ്റേഴ്സിനെതിരെ അവർ ആരോപണം ഉന്നയിക്കുമ്പോൾ നിശബ്ദരായി യേശുവിനെ പോലെ ഒന്നും പറയാതെ വളരെ നിശബ്ദതയോടെ ശാന്തതയോടെ ഇരിക്കുന്ന ആ സിസ്റ്റേഴ്സിൻ്റെ മുഖം ഒന്ന് കണ്ടു നോക്കുക. ആ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ആ വീഡിയോയിൽ വളരെ ദൃശ്യമായിട്ടുള്ള ഒരു കാര്യം അതാണ്. വളരെ ശാന്തമാണ് ആ സിസ്റ്ററിൻ്റെ മുഖം. മറ്റുള്ള തട്ടിക്കയറുമ്പോഴും ഒന്നും പറയാതെ നിശബ്ദമായി താഴത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ സിസ്റ്റേഴ്സിൻ്റെ രൂപം കണ്ണിൽ നിന്ന് മായുന്ന ഒരു കാഴ്ചയല്ല. അവിടെയെല്ലാം പറയാതെ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാഴ്ച, ഞങ്ങൾ ക്രിസ്ത്യാനികൾ അത് ഞങ്ങളുടെ ഗുരുവിനെ ഫോളോ ചെയ്യുന്നവരാണ്. അല്ലെ, യേശു പോലും പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഈ ലോകം എന്നെ ദോഷിച്ചെങ്കിൽ നിങ്ങളെയും ദോഷിക്കും. അല്ലെ, യോഹന്നാൻ 15:18 എടുത്ത് വായിക്കുകയാണെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു വചനം തീർച്ചയായും ഇതുമായി കണക്ട് ചെയ്ത് മുന്നോട്ട് പോകാവുന്ന ഒന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിലൂടെ എന്താണ് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടത്? മനുഷ്യക്കടത്തെന്ന് ആരോപിച്ചപ്പോഴും അത് സത്യമല്ല എന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ അവർ മുൻകൂട്ടി നിശ്ചയിച്ച ആ ഒരു രീതിയിൽ കടന്നു വന്നു. ഇന്നും സോഷ്യൽ മീഡിയയിൽ അവർ ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യം, അവർ ആ മുൻവിധിയോടുകൂടെ കടന്നു വന്നതാണ്. അവരുടെ മാതാപിതാക്കൾ കൃത്യമായി കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് നേഴ്സിംഗ് പഠനത്തിന് വേണ്ടിയാണ്, അവിടെ നേഴ്സിംഗ് സേവനത്തിന് വേണ്ടി വിടാൻ ഞങ്ങൾക്ക് സമ്മതമാണ്. അങ്ങനെയുള്ള സമ്മതപത്രം എല്ലാം സിസ്റ്റേഴ്സിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അംഗീകരിക്കുവാൻ അവർ തയ്യാറായില്ല. മറിച്ച് പ്രതിഷേധ പ്രകടനമായിട്ട് ഇതൊരു വലിയ ആഘോഷമാക്കി മാറ്റണമെന്ന ആഗ്രഹത്തോടു കൂടി അവർ പ്രവർത്തിച്ചപ്പോൾ ഒരുപക്ഷെ അതൊരു നിമിത്തമായി മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ക്രിസ്ത്യൻ സമൂഹങ്ങൾ ഒന്നുകൂടി ഉണരുവാൻ ഇത് കാരണമായി തീർന്നു. മാത്രമല്ല, ഈ മീഡിയയുടെ മുമ്പിലേക്ക് ഒരിക്കൽ കൂടി ഈ ക്രിസ്ത്യൻ സമൂഹം ചെയ്യുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് എടുത്തു കാണിക്കുവാൻ ഈ ഒരു സംഭവം കാരണമായിട്ട് മാറി. കാരണം ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ആർക്കും ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ ഇന്ത്യയിൽ ഇത്രമാത്രം വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ക്രിസ്ത്യൻ മിഷണറിമാർ തന്നെയാണ്. അതൊരിക്കലും ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തീർച്ചയായും ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന ഒന്നാണെന്ന് ആർക്കും എതിർക്കാൻ പറ്റാത്തൊരു സത്യമായി നിലകൊള്ളും. അതുപോലെ തന്നെ ആതുരസേവന രംഗത്തുമെല്ലാം ക്രിസ്ത്യൻ മിഷണറിമാർ കൊണ്ടുവന്ന മാറ്റങ്ങൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. വളരെ നിശബ്ദമായി ഈ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഈ സിസ്റ്റേഴ്സ് പോലും നടത്തിക്കൊണ്ടിരിക്കുന്ന ആതുര സേവനങ്ങൾ ഒരിക്കലും വിലമതിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇതെല്ലാം ഒരുപക്ഷേ സമൂഹത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി കൊണ്ടുവന്നപ്പോൾ അവർ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് ആയിരിക്കില്ല അവർക്ക് കിട്ടിയത്. 9 ദിവസത്തോളം അവർ ജയിലിൽ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 9 ദിവസം അവർ ജയിലിൽ കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ ആളുകൾ സപ്പോർട്ടുമായി മുന്നോട്ട് വന്നു, ഞങ്ങൾ കൂടെയുണ്ട്, പേടിക്കേണ്ടതില്ല. ഇതുവരെ സമൂഹത്തിൽ ഇവർക്ക് അനുകൂലമായി പറയാത്തവർ പോലും ആ നിമിഷം മറ്റുള്ളവർ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് തങ്ങളും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് ദോഷകരമായി ബാധിച്ചേക്കാം എന്ന് കരുതി എന്തിന് പാർട്ടിക്കാർ പോലും മത്സരിച്ച് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം തന്നെയല്ലേ? ഒന്നുകൂടി ആഴത്തിൽ ചിന്തിക്കുവാനുള്ളൊരവസരം ഈ സിസ്റ്റേഴ്സിലൂടെ നമുക്ക് കൈവരിക്കുകയാണ് ഉണ്ടായത്. അല്ലെ, നമ്മുടെ വിശ്വാസ ജീവിതം എത്രമാത്രം വളർന്നിട്ടുണ്ട്? ഈ പ്രതികൂല സാഹചര്യങ്ങളെയും എങ്ങനെയാണ് നമുക്ക് നേരിടാൻ സാധിക്കുക? ഇതിലും എങ്ങനെ സൗമ്യതയോടെ യേശു എങ്ങനെയാണോ ഇതിനെ നേരിട്ടത് അതുപോലെ നമുക്ക് നേരിടാൻ സാധിക്കുന്നുണ്ടോ എന്നെല്ലാം വിലയിരുത്താൻ പറ്റിയ ഒരു അവസരമായിട്ട് ഒരുപക്ഷെ ഈ സിസ്റ്റേഴ്സിൻ്റെ ഈ സംഭവം മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ദൈവത്തിൻ്റെ കരം ഉണ്ട് എന്ന് തന്നെയാണ്. ഇനിയും കേസിൻ്റെ കടമ്പകൾ തീർന്നിട്ടില്ല. ഒത്തിരിയേറെ കള്ളക്കേസുകൾ വീണ്ടും ഇങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുന്നു. അതെല്ലാം മാറിക്കിട്ടുവാൻ വേണ്ടി ഈ അവസരത്തിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.
തീർച്ചയായും ആ സിസ്റ്റേഴ്സിനെ നമുക്ക് പ്രത്യേകം അഭിനന്ദിക്കാം. പലരും ഇന്ന് സിസ്റ്റേഴ്സ് തന്നെ ജാമ്യം കിട്ടിയപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് വാങ്ങുവാൻ വേണ്ടി നടക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി അവർ പ്രവർത്തിച്ചത് ദൈവം തന്നെയാണ്. അതിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ആ സിസ്റ്റേഴ്സ് കാണിച്ച ആ ഒരു ധൈര്യം അത് മറ്റുള്ളവർക്കും മിഷണറി പ്രവർത്തനം ചെയ്യുന്നവർക്ക് ഒരു പ്രചോദനമായിട്ട് മാറുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മതപരിവർത്തനം എന്ന് അവർ ഭയക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഇവർ കൂടുതലായിട്ട് പകർന്നു നൽകിയത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ബോധവാന്മാരാകും. അത് തങ്ങൾക്ക് തന്നെ ഭീഷണിയായി മാറുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് പലപ്പോഴും ക്രിസ്ത്യൻ മിഷണറിമാരെ അവർ ആക്രമിക്കുമ്പോൾ അവർ വിദ്യാലയങ്ങളിൽ ലക്ഷ്യമിടുന്നത്. കാരണം വിദ്യ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ചോദിക്കുമെന്ന് തുടങ്ങും. അത് തടയണം എന്ന ആഗ്രഹത്തോടെയാണ് അവർ പ്രവർത്തിക്കുക. അതുകൊണ്ട് ആതുര സേവനത്തിൽ ചെയ്യുന്ന നമ്മുടെ മിഷണറിമാരെ നമുക്ക് ഓരോ നിമിഷവും സ്മരിക്കാം. അവർക്ക് ധൈര്യം പകരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അവർക്ക് നമ്മുടെ പ്രാർത്ഥന ഒരു ശക്തിയാണ്, ഒരു കവചമാണ് എന്ന ബോധ്യത്തോടെ ഈ സിസ്റ്റേഴ്സിനെ പ്രത്യേകിച്ച് ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഒത്തിരിയേറെ ആളുകൾ നമുക്ക് മിഷണറി രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. ഇതുപോലെ പുറത്തു വരാത്ത ഒത്തിരിയേറെ സ്റ്റോറികൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. അതെല്ലാം എന്തിനു വേണ്ടിയാണ്? ദൈവം എന്ന ഒറ്റ വ്യക്തിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ക്രിസ്തു കാണിച്ചു തന്ന പാതയിലൂടെയാണ് ഓരോരുത്തരും നടക്കുന്നത്. തങ്ങളുടെ ആരോഗ്യവും സമ്പത്തും ഒന്നുമല്ല അവർ നോക്കുന്നത്, മറിച്ച് ദൈവം തങ്ങളെ ഏൽപ്പിച്ച ആ ദൗത്യം എത്രമാത്രം ഭംഗിയോടെ പൂർത്തീകരിക്കാം അത് മാത്രമാണ് അവർ കാണുന്നത്. ആ ഒരു കാഴ്ചപ്പാടിന് പ്രിയമുള്ളവരെ നമുക്കും സപ്പോർട്ട് നൽകി ഒത്തിരിയേറെ അവരെ മുന്നോട്ട് നയിക്കുവാൻ പരിശ്രമിക്കുക. അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഈ അവസരത്തിൽ ഞാൻ ചെയ്യുന്നത്. കാരണം ഈ ദിവസങ്ങളെല്ലാം പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രതിഷേധങ്ങൾ നടത്തുമ്പോഴും നമ്മൾ മറക്കാതെ പോകേണ്ട ഒരു കാര്യം അവർ ചെയ്യുന്ന ആ സേവനത്തെയാണ്. അവർ ചെയ്യുന്ന ആ സേവനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള അവരുടെ ധൈര്യത്തെയാണ്. അത് ചോർന്നു പോകാതിരിക്കാൻ നമുക്കും അവരെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ അതിന് നമ്മളെല്ലാവരെയും പ്രചോദിപ്പിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം.